ഓക്കെ, പൗഡർ ഡിഫ്രാക്ഷൻ. സോ എക്സ്റേ ഡിഫ്രാക്ഷൻ്റെ അത്രയും തന്നെ ഓൾഡാണ് diffraction. Okay, so the phenomenon of X-ray diffraction, it is observed by Low with his co-worker Frederick and Knipping in 1912. Okay, and they got Nobel Prize. So diffraction വേണ്ടി അവർ യൂസ് ചെയ്തൊരു സിംഗിൾ ക്രിസ്റ്റലാണ്, സിംഗിൾ ക്രിസ്റ്റൽ ഓഫ് കോപ്പർ സൾഫേറ്റ് ഹൈഡ്രേറ്റ്. അപ്പം അതിൽ ഒബ്സർവ് ചെയ്തൊരു ഫ്രിഞ്ചാണ് ഈ കൊടുത്തിട്ടുള്ളത്. അതെന്താണ്, കുറച്ച് സ്മഡ്ജ്ഡ് ആണ്. സാധാരണ നമ്മൾ ഡിഫ്രാക്ഷൻ പാറ്റേൺ എങ്ങനെ ഷാർപ്പായിട്ട് ഒരു ഡാർക്ക് അങ്ങനെ അല്ലേ, ഷാർപ്പായിട്ടുള്ള ഫ്രിഞ്ചുകളാണ് നമുക്ക് കിട്ടുക. പക്ഷേ ഇവിടെ ഒരു സ്മഡ്ജ്ഡ് ആയിട്ടുള്ള ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ് ഈ ഫസ്റ്റ് ചെയ്തപ്പോൾ 1912 ചെയ്ത എക്സ്പെരിമെൻറ്റിൽ നിന്ന് കിട്ടിയത്. സോ അതിൻ്റെ ഒരു അപ്പാരറ്റസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഡിസ്കവറി എന്ന് വെച്ചാൽ എന്താ, ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു, അതായത് സയൻറ്റിഫിക് ആയിട്ട് കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഡിഫ്രാക്ഷൻ പാറ്റേൺ അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിന യൂസ് ചെയ്യാനായിട്ട് പറ്റി. ഇപ്പം ഏറ്റവും മെയിനായിട്ട് യൂസ് ചെയ്യുക മെഡിക്കൽ ഫീൽഡിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് സൂപ്പർ കണ്ടക്ടേഴ്സ് ടു DNA, ഒരുപാട് കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഡിഫ്രാക്ഷൻ പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിനൻ യൂസ് ചെയ്യുന്നു. ദെൻ അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആദ്യം നമ്മൾ ക്രിസ്റ്റലാണ് യൂസ് ചെയ്തത് ഡിഫ്രാക്ഷൻ വേണ്ടി. അതേപോലെ തന്നെ പിന്നീട് റിയലൈസ് ചെയ്തു പോളി ക്രിസ്റ്റൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ സാമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ക്രിസ്റ്റൽസ്, ക്രിസ്റ്റൽ അല്ലെങ്കിൽ സോളിഡിൽ എന്താണ്, ഇപ്പോൾ ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ മെറ്റൽസും അതിൽ പെടും. അപ്പോൾ അതിൽ റേഡിയേഷൻ ഫോളോ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് സ്കാറ്റർ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്രിസ്റ്റലിൻ്റെ ഓർ ദ സാമ്പിളിൻ്റെ എന്ത് ചെയ്യാം, ക്യാരക്ടറിസ്റ്റിക് സ്റ്റഡി ചെയ്യാം. ഇതിനാണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുക ഫിനോമിനെ. അപ്പോൾ ആദ്യം ഉപയോഗിച്ചത് എന്താണ്, ക്രിസ്റ്റൽ വെച്ചിട്ടാണ്. ദെൻ എന്ത് ചെയ്തു, പോളി ക്രിസ്റ്റൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫ്രാക്ഷൻ പാറ്റേൺ തരുന്നുണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഈ ഒരു സാമ്പിളിനെ, അതായത് ഒരു പൗഡർ ലൈക്ക് സ്ട്രക്ചറുള്ള സാമ്പിളിനെയാണ് നമ്മൾ എന്താ പറയുക, പൗഡർ എന്ന് പറയുക. ഡിഫ്രാക്ഷന് യൂസ് ചെയ്യുന്ന സാമ്പിളിനെ പറയുന്ന പേരാണ് പൗഡർ. അത് അതിൻ്റെ ടെക്സ്ചർ അതങ്ങനെ ആയതുകൊണ്ടാണ്. ഓക്കെ, ഇതിലൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്, സിമ്പിൾ ഡെഫിനിഷൻ ഓഫ് ഡിഫ്രാക്ഷൻ. വാട്ട് ഈസ് ഡിഫ്രാക്ഷൻ? ഇഫ് വി ഷൈൻ റേഡിയേഷൻ സച്ച് ആസ് എക്സ്റേസ് ഓൺ ടു ആൻ ഒബ്ജക്റ്റ് സച്ച് ആസ് എ ലിക്വിഡ് ഗ്യാസ് ഓർ അമോർഫസ്. ഇപ്പോൾ ഇവിടെ XRD ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മുടെ മൊഡ്യൂളിൽ എക്സ്റേ ഡിഫ്രാക്ഷനാണ്. ഓക്കെ, സോ ലിക്വിഡ് ഗ്യാസ് ഓർ അമോർഫസ് സോളിഡ്, the radiation is scattered in all direction by the object. Okay, so however there is a little detail in such scattering. Indeed, such scattering could be perceived as a rather featureless background fog, and relatively little useful information can be gained. നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡർ ഓർ സാമ്പിൾ ഒരു ക്രിസ്റ്റൽ ആവുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഫിഗറിൽ കണ്ടു എന്താണ്, ഒരു സ്മഡ്ജ് ആയിട്ടുള്ള ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ് കിട്ടുക. ബട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റ് ക്രിസ്റ്റൽ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഷാർപ്പ് സ്പോട്ട്സ്, വി ഗെറ്റ് ഷാർപ്പ് സ്പോട്ട്സ് ഓൺ എ ഫോട്ടോഗ്രാഫിക് ഫിലിം. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിഫ്രാക്ഷൻ പാറ്റേൺ എന്ന് പറയുക. ഇപ്പോൾ ഷാർപ്പ് സ്പോട്ട് കിട്ടിയപ്പോഴാണ് അത് എന്ത് ചെയ്യും, ഇൻഫേസ് ആവുമ്പോൾ അല്ലേ, ഇൻഫേസ് അത് വീഴുന്ന റേഡിയേഷനും അതുപോലെ തന്നെ ഈ പാർട്ടിക്കിൾസിൻ്റെ വേവ് ലെങ്ത്തും കൂടി ഇൻഫേസ് ആവുന്ന സമയത്താണ് എന്ത് ചെയ്യുക, നമുക്ക് ഷാർപ്പായിട്ടുള്ള പാറ്റേൺ കിട്ടുക. അതേപോലെ തന്നെ ഇൻഫേസ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫേസ് ഡിഫറൻസ് വരുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ ഷാർപ്നെസ് കുറഞ്ഞു വരും. അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ നമ്മളല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ഡിഫ്രാക്ഷൻ പതിപ്പിക്കുന്നത് അവിടെ എന്തായിട്ട് വരും, കുറച്ച് ലൈറ്റായിട്ടുള്ള സ്പോട്ടാണ് കിട്ടുക. So the diffraction pattern, it contains in principle the information required to deduce the positions of all constituent atoms within the diffracting. ആ സാമ്പിളിലുള്ള ആറ്റംസിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കുക. ഒരു എൻലാർജ് ചെയ്ത ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റേഡിയേഷൻ ഫോളോ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യുകയാണ് ഒരു ക്രിസ്റ്റലിലേക്ക്. അപ്പോൾ ക്രിസ്റ്റലിൽ എങ്ങനെയാണ്, ക്രിസ്റ്റൽ പ്ലെയിൻസിൻ്റെ രണ്ട് ക്രിസ്റ്റൽ പ്ലെയിൻ്റെ ഡിസ്റ്റൻസാണ് D ആയിട്ട് കൊടുത്തിട്ടുള്ളത്, ആ ഇൻ്റർമീഡിയറ്റ് ഡിസ്റ്റൻസാണ്. ദെൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോളോ ചെയ്യുന്ന റേഡിയേഷനും അതേപോലെ പ്ലെയിനും തമ്മിലുള്ള ആംഗിൾ, അതേപോലെ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന
റേയും പ്ലെയിനും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. രണ്ട് ഈക്വലാണ്. ഓക്കെ, ദെൻ ലാംഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേവ് ലെങ്ത്ത്, ഫോൾ ചെയ്യുന്ന റേഡിയേഷൻ്റെ വേവ് ലെങ്ത്ത്. ഓക്കെ, സോ എന്തായാലും നമ്മുടെ ബ്രാഗ്സ് ലോ ഇല്ലേ, ലാംഡ ഈക്വൽ ടു 2D സൈൻ തീറ്റ. ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാം അല്ലേ. ദെൻ വാട്ട് ഈസ് എ പൗഡർ. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നത് ടെക്സ്റ്റ് എനിക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് സിലബസിലൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലുള്ള PDF ആണത്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ഉള്ളവർക്ക് വേണമെങ്കിൽ അത് നോക്കി പഠിക്കാം, ഏത് സോഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി വാട്ട് ഈസ് എ പൗഡർ. സോ ബിഫോർ ദാറ്റ്, എന്താണ് ഒരു ക്രിസ്റ്റൽ? ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരേപോലത്തെ യൂണിറ്റ് സെല്ലുകളായിരിക്കും. ദാറ്റ് ഈസ് ഒരേപോലെയുള്ള പാർട്ടിക്കിൾസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. സോ എ ക്രിസ്റ്റൽ ഈസ് ബിൽട്ട് അപ്പ് ബൈ ദ ആഡിങ് ഇൻ 3 ഡയമെൻഷൻസ് ഓഫ് ഐഡൻറ്റിക്കൽ ബിൽഡിംഗ് ബ്ലോക്സ്. അപ്പോൾ ആ ഐഡൻറ്റിക്കൽ ബിൽഡിംഗ് ബ്ലോക്സിനെയാണ് എന്ത് പറയുക, യൂണിറ്റ് സെൽ. ഫോർ എക്സാമ്പിൾ, ഇതൊരു അൺറിയൽ ഓർ തിയററ്റിക്കൽ ക്രിസ്റ്റലാണ്. ഇതേപോലത്തെ ഒരു ക്രിസ്റ്റൽ റിയൽ ലൈഫിൽ ഉണ്ടാവില്ല, പക്ഷേ ഒരു തിയററ്റിക്കൽ ക്രിസ്റ്റലാണ് കൊടുത്തിട്ടുള്ളത്, കോപ്പർ സൾഫേറ്റ് ഹൈഡ്രേറ്റിൻ്റെ. അപ്പോൾ അതിൽ 8, 27, 64, 125 അങ്ങനെ യൂണിറ്റ് സെല്ല് വെച്ചിട്ടുള്ള ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ റിയൽ ക്രിസ്റ്റൽസ് ഹാവ് മച്ച് ലാർജർ നമ്പർ ഓഫ് യൂണിറ്റ് സെൽ. ഓക്കെ, സോ നമ്മൾ എവറിഡേ ലൈഫിൽ കാണുന്ന കുറച്ച് ക്രിസ്റ്റൽസാണ് ഡയമണ്ട്, ക്വാർട്സ്, സിലിക്കൺ എക്സെട്ര. ഓക്കെ, അതിൽ 10⁻18 യൂണിറ്റ് സെൽസ് വരെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും. ഇനി വാട്ട് ഈസ് നോട്ട് സോ അപ്പാരൻറ്റ് ഈസ് ദാറ്റ് മെനി മെറ്റീരിയൽസ്, നമ്മൾ പൗഡേഴ്സ് എന്ന് പറയുന്ന മെറ്റീരിയൽസ് എന്താണ്, ടാൽക്കം പൗഡർ, സിമെൻറ്റ് പൗഡർ ആർ ആക്ച്വലി കംപ്രൈസ്ഡ് ഓഫ് വെരി സ്മോൾ ക്രിസ്റ്റൽസ്. അതിനെ നമ്മൾ ക്രിസ്റ്റലൈറ്റ്സ് എന്നാണ് പറയുക. ഓക്കെ, സോ ഇഫ് യു വ്യൂ ദീസ് പൗഡേഴ്സ് അണ്ടർ ആൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഈ ടാൽക്കം പൗഡർ അതുപോലെ തന്നെ സിമെൻറ്റ് പൗഡറൊക്കെ, ദാറ്റ് ഈസ് സ്മോൾ ക്രിസ്റ്റലൈറ്റ്സ് കൊണ്ടുണ്ടാക്കി ഈ പൗഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈസിലി ഡിസ്റ്റിങ്ഷ് ദ ക്രിസ്റ്റലൈറ്റ്സ്. നമുക്ക് എന്ത് ചെയ്യാം, ക്രിസ്റ്റലൈറ്റ്സിനെ ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, സംടൈംസ് ദേ അപ്പിയർ ജസ്റ്റ് ലൈക്ക് മൈന്യൂട്ട് ക്രിസ്റ്റൽസ്, ദാറ്റ് ഈസ് സ്കെയിൽ ഡൗൺ വേർഷൻസ് ഓഫ് ലാർജർ ക്രിസ്റ്റൽസ്. സോ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോഗ്രാഫ് ഓഫ് സിർക്കോണിയ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. So in this situation, the diffraction occurs in all directions. A powder diffraction pattern effectively compresses this information into one dimension, the 2θ dimension. So what is powder diffraction? So let us imagine that X-rays of a given wavelength are incident on just one crystallite within a powder. പൗഡർ എന്ന് പറഞ്ഞിട്ട് കൺസിസ്റ്റ് ഓഫ് മെനി സ്മോൾ ക്രിസ്റ്റലൈറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എക്സ്റേ എന്താണ്, ഒരു ജസ്റ്റ് 1 ക്രിസ്റ്റലൈറ്റിൽ മാത്രമാണ് ഇൻസിഡൻറ്റ് അത് ഫോളോ ചെയ്യുന്നത്. സോ ഇറ്റ് വോണ്ട് നെസസറിലി പ്രൊഡ്യൂസ് എ ഡിഫ്രാക്ഷൻ. ഡിഫ്രാക്ഷൻ ഉണ്ടാക്കണം നിർബന്ധമില്ല. അപ്പോൾ ഡിഫ്രാക്ഷൻ പാറ്റേൺ വരണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം, എന്താണ് അതിൻ്റെ കണ്ടീഷൻ? ദ ക്രിസ്റ്റലൈറ്റ് മസ്റ്റ് ബി കറക്റ്റ്ലി ഓറിയൻറ്റഡ് വിത്ത് റെസ്പെക്ട് ദ എക്സ്റേ ബീം. ഓക്കെ, in order to get diffract. ഓക്കെ, സോ മെനി പ്ലെയിൻസ് ഉണ്ട്. എക്സ്റേ എന്ത് ചെയ്യുന്നു, ഇൻസിഡൻറ്റ് ചെയ്യാണ് ടു ദീസ് പ്ലെയിൻ. അപ്പോൾ ഡിഫ്രാക്ഷൻ ഒക്കർ ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഷുഡ് ബി ഇൻ ഫേസ് വിത്ത് ദി ഇൻസിഡൻറ്റ് എക്സ്റേ. സോ ദ പ്ലെയിൻ ഷുഡ് ബി ഇൻ ഫേസ് വിത്ത് ദി ഇൻസിഡൻറ്റ് എക്സ്റേ. സോ ഫോർ ദാറ്റ് എന്ത് ചെയ്യണു, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പെർട്ടിക്കുലർ പോയിൻ്റ് കിട്ടും വേർ ദ ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഈസ് ഇൻ ഫേസ് വിത്ത് ദിസ് പ്ലെയിൻ. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ സെക്കൻഡ് ഫിഗർ റൊട്ടേറ്റ് ചെയ്തു.
അപ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഡിഫ്രാക്ഷൻ ഒക്കർ ചെയ്യും, നമുക്കൊരു ഡിഫ്രാക്ഷൻ പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ എഗെയിൻ വി ആർ റൊട്ടേറ്റിംഗ്. ഇൻ ഡയഗ്രാം 3 ഓൾസോ എന്താണ്, വി ആർ റൊട്ടേറ്റിംഗ്. അപ്പോൾ നമുക്കൊരു ഡിഫറെൻറ്റ് സെക്കൻഡ് സെറ്റ് ഓഫ് പ്ലെയിൻസ് കിട്ടും. അതാണ് ഈ റെഡായിട്ട് കാണിച്ചിട്ടുള്ളത്, സെക്കൻഡ് സെറ്റ് ഓഫ് പ്ലെയിൻസ് വിച്ച് ഓൾസോ പ്രൊമോട്ട് ഡിഫ്രാക്ഷൻ. So extending this argument, if we eventually reorient the crystallite through all possible orientations, then every conceivable plane will at some point, അപ്പോൾ എന്താണ്, നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ പ്ലെയിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിക്കും, ഡിഫ്രാക്ഷൻ ഒക്കർ ചെയ്യും. സോ കൺസീവബിൾ പ്ലെയിൻ വിൽ അറ്റ് സം പോയിന്റ് ഹാവ് ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡിഫ്രാക്റ്റ്. ഓക്കെ, അതെങ്ങനെയാണ്, ഇറ്റ് വാസ് കറക്റ്റ്ലി ഓറിയൻറ്റഡ് വിത്ത് റെസ്പെക്ട് ടു ദ ഇൻസിഡൻറ്റ് എക്സ്റേ ബീം. അപ്പോൾ എന്താണ്, കുറേ ഡിഫ്രാക്റ്റഡ് ആയിട്ടുള്ള റേസ് കിട്ടും, അതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം. സോ ദിസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് പൗഡർ ഡിഫ്രാക്ഷൻ. ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പിക്ചറൈസ് ചെയ്ത് അതിൻ്റെ എന്ത് ചെയ്യാം, ഈ ക്രിസ്റ്റലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും, ഓർ ദി ഓറിയൻറ്റേഷൻ ഓഫ് ആറ്റംസ്. സോ ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, വി ഡു ദിസ് ഇൻ പൗഡർ ഡിഫ്രാക്ഷൻ. പൗഡർ ഡിഫ്രാക്ഷൻ അതായത് അങ്ങനെ പൗഡർ ആയിട്ടുള്ള സാമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുക. ജസ്റ്റ് ഒരു 1 ക്രിസ്റ്റൽ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടല്ല ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. സോ എ പ്രോപ്പർ പൗഡർ കൺസിസ്റ്റ് ഓഫ് മെനി മില്യൺസ് ഓഫ് ക്രിസ്റ്റലൈറ്റ്സ് ഈച്ച് അറ്റ് ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻസ്. അല്ലേ, ഓരോ ക്രിസ്റ്റലൈറ്റ്സും ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻസിലാണോ, അതല്ലെങ്കിൽ ഓരോ പ്ലെയിന് ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻസിലായിരിക്കും. ആൻഡ് സോ ഇൻ പ്രസൻറ്റിംഗ് എ പൗഡർ ടു ആൻ എക്സ്റേ ബീം, every possible orientation gives a set of planes that will be shown to the X-ray beam. So എന്താണ്, some are bound to be at the correct orientation for diffraction to occur. Rotation. So ഈ റൊട്ടേഷൻ എന്ത് ചെയ്യുന്നു, ഡിഫ്രാക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ഇൻസിഡൻറ്റ് ബീം നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ ഏതാണ്, ഇവിടെ എക്സ്റേ ആണ്. അപ്പോൾ ഇൻസിഡൻറ്റ് ബീം എന്ത് ചെയ്യണു, നമ്മുടെ ഈ ഒരു പൗഡർ സാമ്പിളിൽ ഫോൾ ചെയ്യാണ്. ദെൻ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഒരു പിങ്ക് ഓർ റെഡാണ്. ആ റെഡ് ക്രിസ്റ്റൽസിൽ എന്ത് ചെയ്യണു, ഫോൾ ചെയ്തു. അപ്പോൾ അതിന് ഇൻ ഫേസ് ആയിട്ട് എന്ത് ചെയ്യണു, ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടണം. ദെൻ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു സാമ്പിളിനെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് സെറ്റ് ഓഫ് ഗ്രീനാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യണു, റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഡിഫ്രാക്റ്റഡ് ബീം വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് അനുസരിച്ചിട്ട് അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എവരി അല്ലെങ്കിൽ ഓൾ പ്ലെയിൻസ് ഗെറ്റ് എ ചാൻസ് ടു ഡിഫ്രാക്റ്റ്, ഓക്കെ, വിത്തിൻ എ പൗഡർ. സോ വിത്തൗട്ട് നെസസറിലി എനി മെക്കാനിക്കൽ റൊട്ടേഷൻ വൺ ക്യാൻ പ്രൊമോട്ട് ഡിഫ്രാക്ഷൻ ഫ്രം ഓൾ പൊട്ടൻഷ്യൽ പ്ലെയിൻസ്. മെക്കാനിക്കൽ റൊട്ടേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോസസ്സ് വഴി എല്ലാ പ്ലെയിൻസിനും ഡിഫ്രാക്ഷനുള്ളൊരു ചാൻസ് കിട്ടും. അപ്പോൾ ഇതിൽ കുറച്ച് നമ്മൾ എടുക്കുന്ന പൗഡറിൻ്റെ ക്വാളിറ്റി, അതിന് നമ്മൾ കുറച്ച് അസംഷൻസ് ഉണ്ട്. നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് ബ്രാഗ്സ് ലോ. നമ്മളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ബ്രാഗ്സ് ലോ ഒക്കെ പഠിച്ചത് തന്നെയാണ്. സോ WH ബ്രാഗാണ് എന്ത് ചെയ്തത്, ഈ ഒരു ഇക്വേഷൻ ഡിവൈസ് ചെയ്തത്. where n lambda equal to 2d sin theta, okay, which is the well known equation in science, where lambda is the wavelength of the incident radiation or the radiation used, and d is the interplanar distance or spacing, and theta is the angle between incident ray and the plane, or the diffracted ray and the plane. Okay, n is an integer which refers to the order of the diffraction. അത് മിക്കവാറും യൂണിറ്റി ആവും, അല്ലെങ്കിൽ പ്രോബ്ലത്തിൽ തരുമായിരിക്കും n എന്താണെന്നുള്ളത് തരും. ഓക്കെ, സോ ഇതിൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തന്നിട്ടുണ്ട്, ഒന്ന് നോക്കുക. സോ അതിൻ്റെ ഒരു മെക്കാനിസം തന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ദെൻ ഒരു കൺക്ലൂഡിങ് ഐഡിയ ഓഫ് ബ്രാഗ് ലോ മീൻസ് ഇറ്റ് ഈസ് ആൻ അറേഞ്ച്ഡ് ഇവൻറ്റ്. ഓക്കെ, 3 പാരാമീറ്റേഴ്സാണ് നമുക്ക് അതിൽ ഉണ്ടാവുക ടു ബി ഹാർമോണൈസ്ഡ്. ഏതൊക്കെയാണ്, ലാംഡ, തീറ്റ ആൻഡ് ഡി. അപ്പോൾ നമുക്ക് തീറ്റ അങ്ങനെ, അതായത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചേഞ്ച് ആവും, തീറ്റ ചേഞ്ച് ആവും. അപ്പോൾ അങ്ങനെ തീറ്റ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കംപ്ലീറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഓഫ് ദ സാമ്പിൾ പോസിബിൾ ആണ്. ഓക്കെ.